ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കൈൻഡ്സ് ആൻഡ് ഫോംസ് ഓഫ് നോളജിനെ കുറിച്ചിട്ടാണ്. സോ ഫസ്റ്റ് നമുക്ക് കൈൻഡ്സ് ഓഫ് നോളജുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം. ദർ ആർ മെയിൻലി 9 കൈൻഡ്സ് ഓഫ് നോളജ്. ദേ ആർ അതോറിറ്റേറ്റീവ് നോളജ്, സയന്റിഫിക് നോളജ്, എംപിറിക്കൽ നോളജ്, റാഷണൽ നോളജ്, പ്രാഗ്മാറ്റിക് നോളജ്, ഡൊമെയിൻ ഓർ എക്സ്പെർട്ട് നോളജ്, ഡിസ്പേഴ്സ്ഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് നോളജ്, എൻകോഡഡ് നോളജ്, സിറ്റുവേറ്റഡ് നോളജ്. സോ ഇതൊക്കെയാണ് 9 കൈൻഡ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇത് ഓരോന്നിന്റെയും എക്സ്പ്ലനേഷൻസ് ഒന്ന് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, അതോറിറ്റേറ്റീവ് നോളജ്. ഒരു ട്രസ്റ്റഡ് അതോറിറ്റിയിൽ നിന്നോ സോഴ്സിൽ നിന്നോ ലഭിക്കുന്ന നോളജിനെയാണ് അതോറിറ്റേറ്റീവ് നോളജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. യൂഷ്വലി ഇങ്ങനെ ലഭിക്കുന്ന നോളജിനെ നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാറില്ല, കാരണം ദേ ആർ റിലയബിൾ ആൻഡ് എക്സ്പീരിയൻസ്ഡ്. ഡോക്ടേഴ്സിന്റെ മെഡിക്കൽ അഡ്വൈസ് പേഷ്യന്റ് സ്വീകരിക്കുന്നത് അതോറിറ്റേറ്റീവ് നോളജിന് ഒരു എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് വരുന്ന കൈൻഡ് ആണ് സയന്റിഫിക് നോളജ്. സിസ്റ്റമാറ്റിക് ഒബ്സർവേഷനിലൂടെയും എക്സ്പെരിമെന്റേഷനിലൂടെയും അതുപോലെ റീസണിങ്ങിലൂടെയും ലഭിക്കുന്ന നോളജിനെയാണ് സയന്റിഫിക് നോളജ് എന്ന് വിളിക്കുന്നത്. സയന്റിഫിക് മെത്തേഡ് ആണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. ഫോമിംഗ് ഹൈപ്പോത്തസിസ്, ടെസ്റ്റിംഗ് ആൻഡ് ഡ്രോയിങ് കൺക്ലൂഷൻ എന്നിവയാണ് ഈ പ്രോസസ്സിലെ ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്റ്റെപ്സ് എന്നത്. Water boils at 100 degree at sea level and plants need sunlight for photosynthesis are examples for scientific knowledge. ഈ നെക്സ്റ്റ് വരുന്നതാണ് എംപിറിക്കൽ നോളജ്. ഡയറക്റ്റ് സെൻസസിന്റെ എക്സ്പീരിയൻസിലൂടെ ലഭിക്കുന്ന നോളജിനെയാണ് എംപിറിക്കൽ നോളജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സീയിങ്, ഹിയറിംഗ്, ടച്ചിങ്, ടെസ്റ്റിംഗ്, സ്മെല്ലിംഗ് എന്നിവയാണ് സെൻസ് എക്സ്പീരിയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒബ്സർവേഷനെയും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിനെയും ബേസ് ചെയ്യുന്ന ഒന്നാണ് എംപിറിക്കൽ നോളജ്. ഇവിടെ അതോറിറ്റീസിനോ തിയറികൾക്കോ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. മോർ ദാൻ ദാറ്റ് ദേ ആർ ഡിപെൻഡന്റ് ഓൺ എക്സ്പീരിയൻസ്. Knowing ice is cold by touching is an example for empirical knowledge. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റാഷണൽ നോളജ്. റീസണിംഗ്, ലോജിക് അതുപോലെ മെന്റൽ അനാലിസിസിലൂടെ ലഭിക്കുന്ന നോളജിനെയാണ് റാഷണൽ നോളജ് എന്ന് വിളിക്കുന്നത്. സെൻസ് എക്സ്പീരിയൻസിന് ഇവിടെ വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. ഇവിടെ റീസണിങ്ങിലൂടെയാണ് ഒരാൾ കൺക്ലൂഷനിൽ എത്തിച്ചേരുന്നത്. ഈ നെക്സ്റ്റ് ആണ് പ്രാഗ്മാറ്റിക് നോളജ്. ആക്ഷൻ ഓറിയന്റഡും പ്രാക്ടിക്കൽ എക്സ്പീരിയൻസിലൂടെ അച്ചീവ് ചെയ്യുന്ന ഒന്നാണ് പ്രാഗ്മാറ്റിക് നോളജ്. ആക്ടിവിറ്റി സെന്റേർഡ് ആണ് പ്രാഗ്മാറ്റിക് നോളജ്. ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസ്, എക്സ്പെരിമെന്റ്സ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ എന്നിവയാണ് പ്രാഗ്മാറ്റിക് നോളജിന്റെ സോഴ്സ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു കൈൻഡ് ആണ് ഡൊമെയിൻ ഓർ എക്സ്പെർട്ട് നോളജ് എന്നത്. പെർട്ടിക്കുലർ ഫീൽഡിലോ സബ്ജക്റ്റിലോ ഒരു ഇൻഡിവിജ്വലിനുള്ള ഡീപ്പ് ആൻഡ് സ്പെഷ്യലൈസ്ഡ് നോളജിനെയാണ് എക്സ്പെർട്ട് നോളജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ആ ഒരു ഡൊമെയിനിൽ നടത്തുന്ന ലോങ് ടേം സ്റ്റഡിയിലൂടെയും പ്രാക്ടീസിലൂടെയും ഒരാൾ അച്ചീവ് ചെയ്യുന്ന നോളജ് ആണ് ഡൊമെയിൻ നോളജ് എന്ന് പറയുന്നത്. ഇറ്റ് ഹെൽപ്സ് ഇൻ എഫക്റ്റീവ് പ്രോബ്ലം സോൾവിംഗ് ആൻഡ് പ്രൊഫഷണൽ പ്രാക്ടീസ്. നെക്സ്റ്റ് വരുന്ന ഒരു കൈൻഡ് ആണ് ഡിസ്പേഴ്സ്ഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ് നോളജ്. ഒരുപാട് മനുഷ്യർക്കിടയിൽ സ്പ്രെഡായി കിടക്കുന്ന നോളജിനെയാണ് ഡിസ്ട്രിബ്യൂട്ടഡ് നോളജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഈ ഇൻഡിവിജ്വൽസ് എല്ലാവരും കളക്റ്റീവായി വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു ബെസ്റ്റ് നോളജ് അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കുക. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. ഒരു ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്, നഴ്സസ്, ഫാർമസിസ്റ്റ്, ടെക്നീഷ്യൻസ് എന്നിവർ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോഴാണ് പേഷ്യന്റിന് ബെസ്റ്റ് കെയറും സപ്പോർട്ടും ലഭിക്കുക. ഇത് ഡിസ്ട്രിബ്യൂട്ടഡ് നോളജിന് എക്സാമ്പിൾ ആണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് എൻകോഡഡ് നോളജ്. സ്ട്രക്ചേർഡ് ആയും സിംബോളിക് ഫോമിലും റെക്കോർഡ് ചെയ്യുന്ന നോളജുകളാണ് എൻകോഡഡ് നോളജ്. ഈ രീതിയിലെ നോളജുകൾ റിട്രീവ് ചെയ്യുവാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാനും അതുപോലെ റീയൂസ് ചെയ്യുവാനും വളരെ ഈസിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ഈസി ടു ബി പ്രിസർവ്ഡ് ഓവർ ടൈം ഓൾസോ. Informations in textbooks and research papers are examples for encoded knowledge. നെക്സ്റ്റ് വരുന്ന ലാസ്റ്റ് കൈൻഡ് ആണ് സിറ്റുവേറ്റഡ് നോളജ്. സ്പെസിഫിക് കോണ്ടെക്സ്റ്റിലോ എൻവയോൺമെന്റിലോ ഡെവലപ്പ് ചെയ്യുന്ന നോളജ് ആണ് സിറ്റുവേറ്റഡ് നോളജ് എന്നത്. പക്ഷെ പലപ്പോഴും ഈ ഒരു സ്പെസിഫിക് കോണ്ടെക്സ്റ്റിന് പുറത്തുനിന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു നോളജ് വിയേർഡ് ആയിട്ടും അതുപോലെ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിട്ടും തോന്നാറുണ്ട്. കൾച്ചർ, കമ്മ്യൂണിറ്റി ആൻഡ് എക്സ്പീരിയൻസ് ഹാവ് ഗ്രേറ്റ് ഇൻഫ്ലുവൻസ് ഓവർ സിറ്റുവേറ്റഡ് നോളജ്. ലെറ്റ്സ് സീ ആൻ എക്സാമ്പിൾ. അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി കാര്യങ്ങൾ ക്ലിയർ ആവും. ട്രൈബൽ കമ്മ്യൂണിറ്റിക്ക് അവരുടെ ചുറ്റുപാടിൽ വളരുന്ന ലോക്കൽ മെഡിക്കൽ പ്ലാൻസിനെ കുറിച്ചുള്ള അറിവ് മറ്റു വേ ഓഫ് ട്രീറ്റ്മെന്റിന് അപ്ലിക്കബിളോ അക്സെപ്റ്റബിളോ ആകണമെന്നില്ല. അങ്ങനത്തെ സിറ്റുവേഷനിൽ ലഭിക്കുന്ന നോളജുകളെയാണ് സിറ്റുവേറ്റഡ് നോളജ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് 9
കൈൻഡ്സ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഫോംസ് ഓഫ് നോളജുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദർ ആർ മെയിൻലി 7 ഫോംസ് ഓഫ് നോളജ് ആൻഡ് ദേ ആർ സെൻസറി നോളജ്, എക്സ്പീരിയൻഷ്യൽ നോളജ്, ഡെമോൺസ്ട്രേറ്റീവ് നോളജ്, ലോജിക്കൽ നോളജ്, ഇൻറ്റ്യൂട്ടീവ് നോളജ്, റിവീൽഡ് നോളജ്, ഡിജിറ്റൽ നോളജ്. സോ ഇനി ഇത് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് വൺ, സെൻസറി നോളജ്. നമ്മുടെ 5 സെൻസസിലൂടെ അക്വയർ ചെയ്യുന്ന നോളജുകളെയാണ് സെൻസറി നോളജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ്സ് വെരി ബേസിക് ഫോം ഓഫ് നോളജ്. റെക്കഗ്നൈസിംഗ് ഓഫ് സൗണ്ട് ഓഫ് ബെൽ, സീയിങ് ദ സ്കൈ ഈസ് ബ്ലൂ ആർ എക്സാമ്പിൾസ് ഫോർ സെൻസറി നോളജ്. ഇനി നെക്സ്റ്റ് വരുന്ന ഒരു ഫോമാണ് എക്സ്പീരിയൻഷ്യൽ നോളജ്. പേഴ്സണൽ എക്സ്പീരിയൻസിലൂടെയും ഡയറക്റ്റ് ഇൻവോൾവ്മെന്റിലൂടെയും ലഭിക്കുന്ന നോളജുകളെയാണ് എക്സ്പീരിയൻഷ്യൽ നോളജ് എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് നോളജ് ബൈ ഡൂയിങ്. ടീച്ചേഴ്സ് ലേൺ ടു മാനേജ് ക്ലാസ്സസ് effectively by facing real classroom situation is an example for experiential knowledge. നെക്സ്റ്റ് വരുന്ന ഫോമാണ് ഡെമോൺസ്ട്രേറ്റീവ് നോളജ് എന്നുള്ളത്. ലോജിക്കൽ റീസണിലൂടെയും തെളിവുകളുടെ അടിസ്ഥാനത്തിലും അക്വയർ ചെയ്യുന്ന നോളജുകളെയാണ് ഡെമോൺസ്ട്രേറ്റീവ് നോളജ് എന്ന് വിളിക്കുന്നത്. ലോജിക്കൽ സ്റ്റെപ്സിന്റെ കൂടെ റിലയബിൾ പ്രൂഫ്സും കൂടുന്ന സമയത്താണ് ഒരു വ്യക്തിക്ക് കൺക്ലൂഷനിൽ എത്താൻ സാധിക്കുകയുള്ളൂ. നെക്സ്റ്റ് വരുന്നതാണ് ലോജിക്കൽ നോളജ്. സോ പേര് ഡിനോട്ട് ചെയ്യുന്നത് പോലെ തന്നെ ലോജിക് അപ്ലൈ ചെയ്ത് ലഭിക്കുന്ന നോളജുകളെയാണ് ലോജിക് നോളജ് എന്ന് വിശേഷിപ്പിക്കുന്നത്. സെൻസറി എക്സ്പീരിയൻസിനേക്കാളും ഇത് ഇമ്പോർട്ടൻസ് നൽകുന്നത് എന്തിനാണ്? ലോജിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 ഐഡിയാസിനാണ്. ഇനി നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 2 സ്റ്റേറ്റ്മെന്റ്സ് നൽകുകയാണ് നിങ്ങൾക്ക്. ഫസ്റ്റ് വൺ ഈസ് ഓൾ ഹ്യൂമൻസ് ആർ മോർട്ടൽ ആൻഡ് ദ സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് ഈസ് സീത ഹീസ് ഹ്യൂമൻ. സോ ഈ അവൈലബിൾ ആയിട്ടുള്ള 2 സ്റ്റേറ്റ്മെന്റ് വായിക്കുന്ന സമയത്ത് നമുക്ക് ലോജിക് ഉപയോഗിച്ച് എത്താൻ പറ്റുന്ന കൺക്ലൂഷൻ എന്താണ്? ദാറ്റ് സീത ഈസ് മോർട്ടൽ എന്നതാണ്. അത് തന്നെയാണ് ലോജിക് നോളജ് എന്ന ഫോം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നെക്സ്റ്റ് വണ്ണാണ് ഇൻറ്റ്യൂട്ടീവ് നോളജ്. പെട്ടെന്നുണ്ടാകുന്ന അണ്ടർസ്റ്റാൻഡിംഗിലൂടെ ലഭിക്കുന്ന നോളജിനെയാണ് ഇൻറ്റ്യൂട്ടീവ് നോളജ് എന്ന് വിളിക്കുന്നത്. ഗട്ട് ഫീലിംഗ് ഓർ ആൻ ഇൻസ്റ്റന്റ് ഗ്രാസ്പ് ഓഫ് ട്രൂത്ത് എന്നും അറിയപ്പെടുന്നു. എ പാരന്റ് സെൻസിംഗ് ദാറ്റ് ചൈൽഡ് ഈസ് അപ്സെറ്റ് ഈവൻ വിത്തൗട്ട് ഒബ്വിയസ് സൈൻ ഈസ് ആൻ എക്സാമ്പിൾ ഫോർ ഇൻറ്റ്യൂട്ടീവ് നോളജ്. ഇനി നെക്സ്റ്റ് വരുന്നതാണ് റിവീൽഡ് നോളജ്. സൂപ്പർ നാച്ചുറൽ സോഴ്സിൽ നിന്നോ ഡിവൈൻ പവറിൽ നിന്നോ ലഭിച്ചെന്ന് വിശ്വസിക്കുന്ന നോളജിനെയാണ് റിവീൽഡ് നോളജ് എന്ന് പറയുന്നത്. ബൈബിൾ, ഖുറാൻ, വേദാസ് ആർ എക്സാമ്പിൾസ് ഫോർ റിവീൽഡ് നോളജ്. ഇനി വരുന്ന ലാസ്റ്റ് ഫോമാണ് ഡിജിറ്റൽ നോളജ്. ഡിജിറ്റൽ ടെക്നോളജീസും പ്ലാറ്റ്ഫോമും ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും അതുപോലെ സ്റ്റോർ ചെയ്യുവാനും സാധിക്കുന്ന നോളജുകളെയാണ് ഡിജിറ്റൽ നോളജ് എന്ന് വിളിക്കുന്നത്. ഹിയർ നോളജ് വിൽ എക്സിസ്റ്റ് ഇൻ ഇലക്ട്രോണിക് ആൻഡ് ഡിജിറ്റൽ ഫോർമാറ്റ്. എഡ്യൂക്കേഷണൽ കണ്ടന്റ്സ് ഇൻ യൂട്യൂബ്, വെബ്സൈറ്റ്സ് ആൻഡ് ആപ്സ് ആർ എക്സാമ്പിൾസ് ഫോർ ഡിജിറ്റൽ നോളജ്. സോ ഇതൊക്കെയാണ് 7 ഇമ്പോർട്ടന്റ് ഫോംസ് ഓഫ് നോളജ് എന്ന് പറയുന്നത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഫോംസും കൈൻഡ്സ് ഓഫ് നോളജും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഇനി വരുന്ന വീഡിയോസിലൂടെ ഞാൻ ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള ഡയമെൻഷൻസ് ഓഫ് നോളജ്, ഇന്ത്യൻ ആൻഡ് വെസ്റ്റേൺ തിയറീസ് ഓഫ് നോളജ് എന്നുള്ള ടോപ്പിക്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. സോ പ്ലീസ് ഡു ചെക്ക് ഔട്ട് ദ പ്ലേലിസ്റ്റ്. സോ നൗ ഇറ്റ്സ് ടൈം ടു വൈൻഡ് അപ്പ് ടുഡേസ് വീഡിയോ. If you think my videos are useful, please consider supporting, and thank you for watching.